ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ ആഴ്ചയിലെ വീക്ക്ലി ടാസ്കും അങ്ങനെ റദ്ദ് ചെയ്തപ്പെട്ടിരിക്കുകയാണ്. അതെ, ഇത്തവണത്തെ റദ്ദ് ചെയ്യൽ എന്ന് പറയുന്നത് ഇത്തവണത്തെ സീസണിൽ ഒരു പുതുമയുള്ള കാര്യമേ അല്ല അല്ലെ. ഇവർക്ക് ഏത് ടാസ്ക് കൊടുത്താലും അത് റദ്ദ് ചെയ്യേണ്ട അവസ്ഥയാണ് സത്യം പറഞ്ഞ അവസാനം. ഈ ബിഗ് ബോസിന്റെ ഒരു അവസ്ഥ, ബിഗ് ബോസ് ആ ക്രൂവിന്റെ ഒക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇത്രയും കാര്യമായിട്ട് ഓരോ ടാസ്കും പ്ലാൻ ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം അവസാനം റദ്ദ് ചെയ്യണം എന്നുള്ളത് ഒന്നും ഫിനിഷ് ചെയ്യത്തില്ല. ഇവരെല്ലാം അലമ്പാക്കി വിടത്തേയുള്ളൂ. ഒരാൾക്ക് ഇമ്മ്യൂണിറ്റി കിട്ടാൻ അല്ലെങ്കിൽ എന്താ പറയുക നോമിനേഷന് മുക്തി കിട്ടുന്നു എന്നുള്ള ഒരു കാര്യം അത് ഒരാൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇവരെല്ലാരും കൂടെ കിടന്ന് ഈ ഷോ മൊത്തം നടത്തുന്നത്. അല്ല, എന്താണ് ഒരാൾക്ക് നോമിനേഷൻ ഫ്രീ കിട്ടിക്കഴിഞ്ഞ് ഇവർക്ക് ഇത്രയും പേടി? ശരിയാണ്, കിട്ടാതിരിക്കാനൊക്കെ നോക്കുക, പക്ഷെ എന്നാലും ഒരു ടാസ്ക് തന്നെ മൊത്തത്തിൽ ഇല്ലാതാക്കിയിട്ട് അങ്ങനെ കിട്ടണ്ടെന്നൊക്കെ പറയാനും അത് അത്ര പേടിയാണ് ഇവർക്ക് നോമിനേഷനിൽ വരാന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, ബിഗ് ബോസ് ഇത്തവണ ഇവര് ഇങ്ങനെ കളിക്കുന്നതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഉറപ്പിച്ചിരിക്കുകയാണ്, കൊടുത്തിരിക്കും ഈ ആഴ്ച ഒരാൾക്ക് നോമിനേഷൻ ഫ്രീ എന്താണേലും കൊടുത്തിരിക്കും. അത് ബിഗ് ബോസ് പക്കയായിട്ട് ബിഗ് ബോസ് ഉറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് വേണ്ടി മാത്രം ബിഗ് ബോസ് ഒരു പുതിയ ടാസ്ക് തന്നെ ഉണ്ടാക്കി. അതിന്റെ പ്രൊമോ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് കുറെ എല്ലാവരും കൂടി സർക്കിളിൽ ഇരിക്കുക, എന്നിട്ട് ബ്ലൈൻഡ് ഫോൾഡ്സ് ഒക്കെ ധരിക്കും. എന്നിട്ട് ബിഗ് ബോസിന് തന്നെ 2-3 ആൾക്കാർ മുഖംമൂടിയൊക്കെ അണിഞ്ഞ് അതിനകത്ത് നിപ്പുണ്ട്. ഈ ബ്ലൈൻഡ് ഫോൾഡ്സ് ഒക്കെ വെച്ചിട്ട് ഇവർ കെട്ടുന്നൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കുന്നുണ്ട്. ജിസൈലിന്റെ എപ്പോഴും പോയിട്ട് ജിസൈലെ കെട്ടും അവർ എന്താണേലും പോയിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. എല്ലാവരും കുറെ കള്ളത്തരങ്ങളൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട്. മാക്സിമം മറ്റേ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് നല്ലപോലെയൊക്കെ. എന്നിട്ട് ഒരു നടുക്കൊരു ബോട്ടിലുണ്ട്. ആ ബോട്ടില് അതായത് ഇവര് ഒരു പെട്ടിക്കകത്തുനിന്ന് ഒരു പേരെടുക്കും. ആ പേര് ആരുടെയാണോ എന്നിട്ട് ഇവര് ആ വ്യക്തിയുടെ മാത്രം ബ്ലൈൻഡ് ഫോൾഡ്സ് താഴ്ത്തും. അപ്പൊ അയാൾ പോയിട്ട് ഈ ബോട്ടിൽ എടുത്തിട്ട് ആരെയാണോ ഔട്ട് ആക്കേണ്ടത് അയാളുടെ ഫ്രണ്ടിൽ ഇത് കൊണ്ടുവയ്ക്കും. അങ്ങനെ പിന്നെ എല്ലാവരെയും കൊണ്ടും ബ്ലൈൻഡ് ഫോൾഡ്സ് ഓപ്പൺ ചെയ്യിപ്പിച്ചിട്ട് അയാളോട് ചോദിക്കും ആരാണ് തന്റെ മുന്നിൽ ഇത് കൊണ്ടുവച്ചതെന്ന്. അയാൾ കണ്ടുപിടിക്കണം. ഇതാണ് ഗെയിം. അയാൾക്കത് പറയാൻ സാധിച്ച അയാൾക്ക് ഇരിക്കാം, വെച്ച അയാൾ ഔട്ടാവും. അയാൾക്ക് പറയാൻ സാധിച്ചില്ലെങ്കിൽ അയാൾ ഔട്ടാവും. ഇതാണ് ടാസ്ക് എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ കുറച്ചു പേരൊക്കെ ഔട്ടായിട്ടുണ്ട്. പുറത്ത് ഇരിക്കുന്ന അനുമോളൊക്കെ പുറത്തു പോയിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ കുറച്ച് ലെക്ക് ബേസ്ഡും കൂടിയാണ്. പക്ഷെ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രകടനം ഉണ്ടായിരുന്നു കേട്ടോ. സാബുമാന്റെ ഫ്രണ്ടിൽ 2 തവണ സംഭവം വന്നിട്ട് സാബുമാൻ അത് കറക്റ്റ് ആയിട്ട് സാബുമാൻ അത് ആരെയും വെച്ചെന്ന് കണ്ടുപിടിച്ചു. അത് എനിക്കറിയില്ല, സാബുമാൻ പറയുന്നത് സൈക്കോളജി പഠിച്ചിട്ടുണ്ട് ഞാൻ എന്നൊക്കെയാണ് ആള് പറയുന്നത് കേട്ടോ. പക്ഷെ അതൊരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ശരിക്കും സാബുമാന്റെ. കാര്യം ഇത് പലർക്കും പറയാൻ പറ്റുന്നില്ലായിരുന്നു. ഒരുപാട് പേർക്ക് പറയാൻ പറ്റുന്നില്ല. കൂടുതലും പറയാൻ പറ്റുന്നത് വളരെ റേറാ. അതിന്റെ ഇടയിൽ 2 തവണയും കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ അടിപൊളിയാണ്. അപ്പൊ എന്താണെങ്കിലും ഇതാണ് ഗെയിം എന്ന് പറയുന്നത്. അവസാനം ആർക്ക് കിട്ടും നോക്കാം. ഇനി ആരും പെട്ടെന്നൊന്നും അടുത്തൊന്നും സാബുമാന്റെ അടുത്തേക്ക് പോവാൻ വലിയ ചാൻസ് ഇല്ല. നോക്കാം എന്തൊക്കെയാണ് നടക്കുന്നത്, ആർക്കാണ് കിട്ടുന്നതെന്ന്.